വെൽക്കം താടി മോട്ടും ടോക്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടൻ്റെ തങ്കമണി പടം റിലീസായിട്ടുണ്ട്. അത് റിയലായിട്ട് നമ്മുടെ കേരളത്തിൽ 1980കളിൽ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ്. നമ്മുടെ കേരള പോലീസിൻ്റെ ഏറ്റവും അതിക്രൂരമായ നരനായാട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ടോക്സ്. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്നുണ്ട്, ഞാനടക്കം പഠിക്കുന്ന സമയത്ത് മുതൽ ഇപ്പോഴും നമ്മൾ കേൾക്കണ കാര്യമാണ്, വിദ്യാർത്ഥികളെ സ്റ്റോപ്പിൽ ബസ് ജീവനക്കാർ, പ്രൈവറ്റ് ബസ്സുകാർ കയറ്റുന്നില്ല, ST കൊടുക്കുന്നില്ല, അവരുടെ കോളേജ് സ്റ്റോപ്പിൽ നിർത്തുന്നില്ല, കോളേജ് സ്റ്റോപ്പിൽ നിന്ന് എടുക്കുന്നില്ല, വണ്ടി ഇങ്ങോട്ട് ഓടിക്കുന്നു, ഇവർ അങ്ങോട്ട് ഓടുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി എടുത്ത് പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട്. ഇതുപോലെ നിസ്സാരമായ ഒരു വിദ്യാർത്ഥികളുടെ കണ്ടക്ടറും ബസ്സുമായി തമ്മിലുള്ള ചെറിയൊരു തർക്കത്തിൽ തുടങ്ങിയ ഒരു പ്രശ്നമായിരുന്നു ഇത്രയും കേരള ചരിത്രത്തെ മാറ്റിമറിച്ച മഹാദുരന്തമായി മാറിയത്. 1986 ഒക്ടോബർ 20 ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ടൗണിൽ നിന്നും തങ്കമണി എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമപ്രദേശത്തേക്ക് 4 ബസ്സുകളാണ് സർവീസ് നടത്തിയിരുന്നത്. അതിൽ 2 എണ്ണം KSRTC ബസ്സും 2 എണ്ണം പ്രൈവറ്റ് ബസ്സുമായിരുന്നു. അപ്പോൾ ബാക്കി 3 ബസ്സുകളും കറക്റ്റായിട്ട് ഈ കട്ടപ്പനയിൽ നിന്ന് തങ്കമണി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കറക്റ്റായിട്ട് സർവീസ് നടത്തിയിരുന്നു. എന്നാൽ അതിലൊരു ബസ്സായിരുന്നു, പ്രൈവറ്റ് ബസ്സായിരുന്നു, എലൈറ്റ് ബസ്. ആ എലൈറ്റ് ബസ്സുകാർ ചെയ്യുന്നത്, ഈ കട്ടപ്പന ടൗണിൽ നിന്ന് കയറുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് തങ്കമണി ബോർഡ് വെച്ചിട്ട് തന്നെയാണ് ഈ വണ്ടി എടുക്കുന്നതും തങ്കമണിയിലേക്കുള്ള ടിക്കറ്റാണ് ഇവരിൽ നിന്ന് ഈടാക്കുന്നതും, വിദ്യാർത്ഥികളിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നുമെല്ലാം. പക്ഷേ ഈ തങ്കമണി എത്തുന്നതിന് മുന്നേ, ഒരുപാട് ദൂരം മുന്നേ തന്നെ പാറമട എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പുണ്ട്. അതിൽ കുറച്ച് ദുർഘടം പിടിച്ച, അതായത് 86കളിലെ റോഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ, അങ്ങനെ കുറച്ച് സർവീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അവർ ഈ എലൈറ്റ് ബസ്സുകാർ മാത്രം ആ വഴിക്ക് ഈ പാറമട സ്റ്റോപ്പിലെത്തുമ്പോൾ അവിടെ ഇവരെ ഈ ബസ്സിലുള്ള ആളുകളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഇറക്കി വിടുക പതിവായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും ദൂരം ഒരുപാട് ഈ വെയിലത്തും അല്ലെങ്കിൽ ഈ പഠിക്കൽ കഴിഞ്ഞ് വന്നിട്ടും ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഈ ജോലിക്ക് പോയി വന്നിട്ടൊക്കെ ഇങ്ങനെ ആളുകൾ നടന്ന് പോവാൻ അവർക്കും അതൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവരെ ഈടാക്കുന്ന പൈസ ഈ പറയുന്ന തങ്കമണി എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള പൈസയാണ്, ടിക്കറ്റാണ് ഈടാക്കിയിരുന്നത്. ഒരുപാട് തവണ പലരും ഇതിനെ ചോദ്യം ചെയ്തെങ്കിലും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. ഈ പാറമട സ്റ്റോപ്പിലെത്തുമ്പോൾ തങ്കമണി ഗ്രാമത്തിലേക്കുള്ളവരെ ഇറക്കി വിടുക പതിവായിരുന്നു. ഒരിക്കൽ ഈ ബസ്സിൽ കയറിയ കുറച്ച് വിദ്യാർത്ഥികൾ ഇതിനെ ചോദ്യം ചെയ്തു. ഞങ്ങളിവിടെ ഇറങ്ങില്ല എന്ന് അവർ വാശി പിടിച്ചു. പാറമട സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങില്ല എന്ന് വാശി പിടിച്ചു. അതേ തുടർന്ന് ബസ് ജീവനക്കാരായ കണ്ടക്ടറും ഡ്രൈവർമാരും എല്ലാം വിദ്യാർത്ഥികളെ 2 പേരെ തള്ളിയിട്ടു, ബസ്സിന് പുറത്തേക്ക് തള്ളിയിട്ടു. അപ്പോൾ അത്രയും സംഭവം ഉണ്ടായപ്പോഴും ഈ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് 2 വിദ്യാർത്ഥികൾ അവിടെ തന്നെ ഇരുന്നു. ബസ് റൂട്ടിലെ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഈ ബസ്സുകാർ വൈകുന്നേരം 8 മണിയായപ്പോൾ അവർ ചെയ്തത് നേരെ ഈ വിദ്യാർത്ഥികളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പോലീസ് മർദ്ദനങ്ങളായിരുന്നു. ഈ ബസ്സിൽ നിന്ന് തള്ളി താഴെ വീണ 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ ഒന്ന് കുഞ്ഞും ഒന്ന് ജോസും. അവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവർ വരുമ്പോൾ DYSPയെ കാണുകയും, ഇപ്പോൾ ഇത്രയും നേരം വൈകുകയും ഇവരുടെ ഈ പരാതി നാളെ നമുക്ക് പരിഹരിക്കാം, ചർച്ച ചെയ്തിട്ടും തിരിച്ച് നിങ്ങൾ പോകാനും പറഞ്ഞ് DYSP അവരെ ആശ്വസിപ്പിച്ച് തിരിച്ചു വിട്ടു. പക്ഷെ പിറ്റേ ദിവസം DYSP പറഞ്ഞ സമയത്ത് ചെന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ച് ഈ കുട്ടികൾക്ക് ഏറ്റ മർദ്ദനവും അവർക്കുണ്ടായ ഈ പ്രോബ്ലംസും എല്ലാം ആ നാട്ടുകാരെ ഏറ്റെടുക്കുകയും ഒരുപാട് കാലങ്ങളായി അവരനുഭവിക്കുന്നതാണ് ഈ പാറമട സ്റ്റോപ്പിൽ ഇറക്കി വിടുക, തങ്കമണി എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. നാട്ടുകാരും ഈ വിദ്യാർത്ഥികളും എല്ലാം ഒന്നിച്ചാണ് ചേർന്ന് ഈ കോളേജിൻ്റെ മുന്നിൽ ഈ ബസ്, എലൈറ്റ് ബസ് വന്ന് സർവീസ് ചെയ്യുന്ന സമയത്ത് ബസ്സിന് നേരെ എതിർത്ത് നിൽക്കുകയും ബസ് തടയുകയും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവുകയും ചെയ്തു. തങ്കമണിയിലെ സെൻറ് തോമസ് സ്കൂളിന് മുന്നിൽ എലൈറ്റ് ബസ് വരികയും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്ന് ബസ് തടയുകയും വിദ്യാർത്ഥികൾക്ക് നേരിട്ട ഈ പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനങ്ങളും ഈ
അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ ബസ്സിൽ നിന്ന് തള്ളി 2 വിദ്യാർത്ഥികൾ ഇട്ടതും അവർക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ വളരെ മോശമായ അവഹേളനങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഉണ്ടാവുകയും ഈ നാട്ടുകാർ ഇത്രയും നാളായിട്ടും അവരെ ഈ പാറമട സ്റ്റോപ്പിൽ ഇറക്കി വിടുകയും എല്ലാം ചേർന്ന് ഈ നാട്ടുകാരും വിദ്യാർത്ഥികൾക്കൊപ്പം കൂടി നിന്ന് ഈ സെൻറ് തോമസ് കോളേജിന് മുന്നിൽ ഈ എലൈറ്റ് ബസ്സിനെ തടയാൻ നിന്നു. അപ്പോൾ എലൈറ്റ് ബസ്സിൽ ആ സമയത്ത് എലൈറ്റ് ബസ്സിൻ്റെ ഓണറായ എലൈറ്റ് ദേവസി ഉണ്ടായിരുന്നു. പിന്നെ ആ തങ്കമണിയുടെ വികാരി അച്ഛനായ ജോസ് കോട്ടൂർ അച്ഛനുണ്ടായിരുന്നു. പിന്നെ കാമാക്ഷി പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ഉണ്ടായിരുന്നു. ഇത്രയും പേരും ആ ബസ്സിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ തടയാൻ വേണ്ടി കുറച്ച് പോലീസുകാരെയും കൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് വണ്ടിയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഈ പോലീസുകാർ വിദ്യാർത്ഥികളെ തടയാനും അവരെ ഒതുക്കി നിർത്താനും എല്ലാം തുടങ്ങിയപ്പോൾ തങ്ങളുടെ ആവശ്യം തങ്ങളെ ഉപദ്രവിക്കുകയും അവഹേളിക്കുകയും ഉപദ്രവിക്കുകയും ഇത്തരത്തിലൊരു പോലീസുകാരുടെ സൈഡിൽ നിന്നും ബസ് ജീവനക്കാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അവഹേളനത്തിനും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾക്കും ബസ് ജീവനക്കാർ മാപ്പ് പറയണം എന്നുള്ള ഒരു ഡിമാൻഡ് അവർ പോലീസുകാരോട് വെച്ചു, ബസ് ജീവനക്കാരോടും വെച്ചു. അതാണ് തങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു. വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ ഈ ബസ്സിൽ നിന്ന് തള്ളിയിടൽ മുതൽ ബസ്സിന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയും അതിനെ തുടർന്നാണല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ അവരെ ഈ സ്റ്റോപ്പിൽ അടക്കാതിരിക്കുക, അങ്ങനെ അത്തരത്തിൽ അവർക്ക് അന്ന് ഈ ബസ് ജീവനക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്ന എല്ലാത്തിനും ബസ് ജീവനക്കാർ മാപ്പ് പറയണമെന്ന് വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് ഡിമാൻഡ് വെച്ചു. ഒടുക്കം സംഭവം ഒന്നും പന്തിയല്ല എന്ന് തോന്നിയ എലൈറ്റ് ദേവസ്യ ആ ബസ്സിൻ്റെ ഓണർ നാളെ എല്ലാ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളുടെ അടുത്ത് മാപ്പ് പറയും, വളരെ താഴ്മയായി മാപ്പ് പറയുമെന്ന് ഉറപ്പ് കൊടുത്ത് അവിടെ നിന്നും പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷെ പിറ്റേ ദിവസമായിട്ടും ആരും മാപ്പ് പറയാൻ വന്നില്ല. അത് വീണ്ടും വിദ്യാർത്ഥികളിൽ ജനങ്ങളിലും അവരുടെ കോപം ഉയർത്തുകയും വളരെ രോഷാകുലരാകുകയും ചെയ്യും. പോലീസുകാർ നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും പ്രതിരോധിക്കാൻ തുടങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾ ജനങ്ങളും പോലീസുകാർക്കെതിരെ കല്ലെറിയാൻ തുടങ്ങി. അധികം പന്തിയല്ലെന്ന് തോന്നിയ പോലീസുകാർ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് അവർ പോകാൻ നോക്കിയത്. അതത്ര നല്ല റോഡൊന്നല്ലായിരുന്നു. പതുക്കെയാണ് ജീപ്പ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ പുറകെ ഓടി നാട്ടുകാരും വിദ്യാർത്ഥികളും പോലീസുകാരെ കല്ലെടുത്തെറിയുകയായിരുന്നു. അത് പോലീസുകാർക്ക് വലിയൊരു അപമാനമായി മാറി. അവരുടെ ഉള്ളിലുള്ള ഈ ജനങ്ങളോടും തങ്കമണി സ്ഥലത്തെ ജനങ്ങളോടും ആളുകളോടും വിദ്യാർത്ഥികളോടും എല്ലാവരോടും ആളിക്കത്തുന്ന ഒരു കോപമായി പോലീസുകാർക്ക് വന്ന് ഒരു മാനക്കേടായിട്ട് അവരുടെ ഉള്ളിൽ കത്തി. പിറ്റേ ദിവസം 1986 ഒക്ടോബർ 22 അന്ന് വീണ്ടും ഈ എലൈറ്റ് ബസ് തടയാനായി വിദ്യാർത്ഥികളും ജനങ്ങളും സെൻറ് തോമസ് കോളേജിൻ്റെ മുമ്പിൽ വന്നു. പക്ഷേ അന്ന് അവിടെ തലേ ദിവസം ആറ്റിപ്പായിച്ച അപമാനം സഹിച്ചു പോയ പോലീസുകാർ വന്നത് വെറും കൈയോടായിരുന്നില്ല. അവർ എല്ലാ തരത്തിലുള്ള പോലീസ് സന്നാഹങ്ങളോടെ ലാത്തിചാർജ് നടത്താൻ, വെടിവെപ്പ് നടത്താൻ ഒരുപാട് പോലീസുകാർക്കൊപ്പം ഒരുപാട് വണ്ടിയിൽ നിറയെ പോലീസുകാരെയും കൊണ്ടായിരുന്നു അവിടെ വന്നിരുന്നത്. ഈ വിദ്യാർത്ഥികൾക്കും ഈ ജനങ്ങൾക്കും നേരെ ലാത്തിചാർജ് നടത്തി ഭയങ്കര ഒരു സംഘർഷാവസ്ഥ അവിടെ സൃഷ്ടിക്കുകയായിരുന്നു. ഒരു ചെറിയൊരു വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള ഒരു കാര്യത്തിന്, ഒരു മാപ്പ് പറച്ചിലിന്, ഒരു നിസ്സാര കാര്യമാണ് ഇതുപോലെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാക്കണം. അതും തങ്ങളെ ആട്ടിപ്പായിച്ച, തങ്ങളെ കല്ലെറിഞ്ഞ് ആട്ടിപ്പായിച്ച, അന്ന് പോലീസുകാരെല്ലാം രാജാക്കന്മാരെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലമാണ്. പോലീസുകാർക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാം, അവരുടെ കയ്യിലല്ല അധികാരം എന്നുള്ള പോലത്തെ 1956 പോലീസുകാരാണ്. അപ്പോൾ അവരുടെ അന്ന് ഈ പറയണ പോലെ മീഡിയാസ് ഇല്ല, CCTV ഇല്ല, ആൻഡ്രോയിഡ് ഫോണില്ല. അപ്പോൾ അവർ എന്ത് ക്രൂരത ചെയ്താലും അതൊന്നും വെളിയിൽ ആരും കാണാൻ പോകുന്ന, അവർക്ക് ആരെയും പേടിയില്ലാതെ നടക്കുന്ന ഒരു കാലം. അവർ തങ്ങൾക്ക് തലേദിവസം ഏറ്റ തങ്ങളെ ആട്ടിപ്പായിച്ച ആ ഒരു അപമാനം അവരുടെ ഉള്ളിൽ ആളിക്കത്തി. പിറ്റേന്ന് അവർ വന്നത് ഇതുപോലെ അതിക്രൂരമായ ഒരു സംഘർഷാവസ്ഥയും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ നിന്നിരുന്ന ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ലാത്തിചാർജ് ചെയ്യും. എന്നിട്ടും അവരുടെ കോപം മാറിയില്ല. വെടിവെപ്പ് വരെ നടത്തി. ഈ സമരത്തിൽ ഒന്നും പങ്കെടുക്കാതെ മാറി നിന്നൊരു സാധാരണ മനുഷ്യൻ, കോഴിമല അവിടെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് പോലും വെടി കണ്ട് അയാൾ മരിച്ചു. അതല്ലാതെ വേറൊരു ആളുടെ 2 കാലുകളും നഷ്ടപ്പെട്ടു.
അവിടെയുള്ള എല്ലാ ജനങ്ങളെയും അടിച്ച് നിരത്തി അതിക്രൂരമായ പീഡനങ്ങൾ. ഇതുപോലെ പോലീസുകാരുടെ ഒരു പീഡനം അന്നേ വരെ കേരള ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് പോലും അതിശയിക്കുന്ന തരത്തിലായിരുന്നു ഈ തങ്കമണിയിൽ ഉണ്ടായ ഈ സംഭവം. ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും ഇതെല്ലാം നടക്കുന്നത് പകൽ വെളിച്ചത്തിൽ സെന്റ് തോമസ് സ്കൂളിന്റെ മുമ്പിൽ വെച്ചാണ് തങ്കമണിയിൽ. എന്നിട്ടും ഈ പോലീസുകാരുടെ ഈ ഒരു വൈരാഗ്യം, ദേഷ്യം, കോപം നിന്നില്ല. പിന്നെയും ആളി കത്തുകയായും. വൈകുന്നേരമായപ്പോൾ ഈ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഈ വിദ്യാർത്ഥികളും ജനങ്ങളും തങ്കമണിയിലെ ഓരോ ആളുകളും താമസിക്കുന്ന ആ ഗ്രാമപ്രദേശത്തേക്ക് വീണ്ടും ഈ ഫിലിമിലൊക്കെ പോലീസുകാർ ഒരു സാധാരണ ആളുകളുടെ അടുത്തേക്ക് കയറി വരുന്ന, അടിച്ചു നിരത്തി വരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് പോലീസ് സന്നാഹത്തോടു കൂടി അടിയും തല്ലും കുത്തും തീവെപ്പും എന്നുള്ള രീതിയിലൊക്കെ അവർ വന്ന് കയറിയും ഓരോ തങ്കമണിയിലെ വീടുകളിൽ കയറി ചന്നം ഭിന്നമാക്കിയും ആ വീട്ടിലുള്ള ഓരോ വസ്തുക്കൾ അടിച്ചിടിച്ച് നാശാക്കുകയും തല്ലി തകർക്കുകയും വീടുകൾ തല്ലി തകർക്കുകയും വീട്ടു സാധനങ്ങൾ തല്ലി തകർക്കുകയും അവിടെയുള്ള ഓരോരുത്തരെ ആണുങ്ങളെ വലിച്ചടിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും ആണുങ്ങളെയെല്ലാം സ്റ്റേഷനിൽ കൊണ്ടുപോയി 3-ാം മുറയ്ക്ക് പോലും ഈ ഉരുട്ടൽ മുതൽ പോലീസുകാരുടെ 3-ാം മുറകളൊക്കെ ഉണ്ടല്ലോ അതുപോലും അതിനൊക്കെ വിധേയമാക്കുകയും അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും വരെ ചെയ്തു. നമ്മൾ പോലീസുകാർ സ്ത്രീകൾക്കെതിരെയോ കുട്ടികൾക്കെതിരെയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ അവരെ പോലും ബലാത്സംഗം ചെയ്തു. പക്ഷെ ഇപ്പോഴും ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു എന്ന് സമ്മതിച്ചെങ്കിലും ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ബലാത്സംഗം ചെയ്തു എന്ന് കോർട്ടിൽ അവർക്ക് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ഇപ്പോഴും അങ്ങനെ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് ഒരു യഥാർത്ഥമായി എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം അവർക്കത് കോർട്ടിൽ തെളിയിക്കാൻ പറ്റിയില്ല എന്നാണ് കോർട്ടിലെ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഇത്രയും അതിക്രൂരമായ ഒരു സംഭവം, ഒരു നിസ്സാര ഒരു ബസ് റൂട്ടിനെ പറ്റിയുള്ളൊരു സംഭവം ആ തങ്കമണി എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതവും അവരുടെ വീടും അവരുടെ നാടും അവിടുത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും എല്ലാം ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസിൻ്റെ അക്രമങ്ങൾ നരനായാട്ട് എന്ന് തന്നെ പറയണം നടത്തിയിട്ട ആ ഒരു സംഭവമായിരുന്നു ഈ തങ്കമണി സംഭവം. ഇത് കഴിഞ്ഞ് ഈ ജനങ്ങളെല്ലാം ഇതിൽ ജനങ്ങളും അതീവ ദുഃഖിതരായി. ഇത്തരത്തിലുള്ള അനുഭവം അവർക്കുണ്ടായി. പോലീസുകാരുടെ ഈ അതിക്രൂരമായ ഈ പീഡനങ്ങളും ഈ അവരുടെ ഗ്രാമപ്രദേശം കൊള്ളടിക്കുന്ന തരത്തിലുള്ള ഈ പറയുന്ന തീയിട്ടിട്ടും മറ്റെല്ലാ തരത്തിലും ശാരീരികമായ പീഡനങ്ങളും അവിടുത്തെ ആണുങ്ങളെ ജയിലിൽ കൊണ്ടുപോയിട്ടുള്ള ഈ 3-ാം മുറ പോലെയുള്ള കാര്യങ്ങളും ഇതെല്ലാം അവിടെയുള്ള അവരുടെ ശാരീരികമായി ഒരുപാട് അവരെ ബുദ്ധിമുട്ടിലാക്കി. അതിനും അപ്പുറം അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങൾക്കും എല്ലാം മാനസികമായി അവരെ ഒരുപാട് തളർത്തി ഭയത്തിലാക്കി. പോലീസുകാരോടുള്ള ഒരു വിശ്വാസം അവർക്ക് ഇല്ലാതായി ജനങ്ങൾക്ക്. എന്താ പറയുക, അവിടെ ആ സമയത്ത് 1986-ലാണ്. ഇപ്പോൾ തന്നെ അവിടെ എത്രത്തോളം ഉള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയങ്ങളിൽ ഇത്രയും ദൂരം പോയി നല്ല ഹോസ്പിറ്റലുകളോ ഇത്രയും അസ്വസ്ഥതകൾ, ശാരീരികമായ പീഡനങ്ങൾ, ശാരീരികമായ അവർക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങളെല്ലാം ചികിത്സിക്കാനോ അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ പോകുന്നുള്ള ചികിത്സകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം അവിടുത്തെ ജനങ്ങളെ ഒരുപാട് വലച്ചു. അവർ മാനസികമായും ശാരീരികമായും എല്ലാം കുട്ടികളും സ്ത്രീകളും എല്ലാവരും അടക്കം എല്ലാവരും തളർന്നു. ഒടുക്കം അവർ ഈ ഒരു പോലീസുകാരുടെ അനീതിക്ക്, തങ്ങൾക്ക് നേരെ നേരിട്ട ഈ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കാൻ അവരെല്ലാവരും ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. തങ്കമണിയിലെ 25 പേര് ചേർന്ന് കാൽനട പ്രതിഷേധ ജാഥ തീരുമാനിക്കുകയാണ്. ഈ തങ്കമണിയിൽ നിന്നും തിരുവനന്തപുരത്തെ രാജ്ഭവനിലേക്ക് കാൽനടയായി ഈ 25 പേര് ചേർന്ന്, അന്ന് അവിടെ PV രാമചന്ദ്രൻ സാറാണ് അവിടുത്തെ പ്രസിഡന്റ്, അവിടേക്ക് കാൽനടയായി ചെന്ന് തങ്ങൾക്ക് നീതി വേണം, തങ്ങൾക്ക് നേരിട്ട ഈ അക്രമത്തിന് തങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കാൽനട പ്രതിഷേധ ജാഥ ആരംഭിക്കുകയാണ്. തുടങ്ങുമ്പോൾ 25 പേരായി തങ്കമണിയിൽ നിന്ന് തുടങ്ങിയ ആ കാൽനട ജാഥ വഴിയിൽ ആളുകൾ ആ ജാഥയിൽ കയറി അതിന് സപ്പോർട്ടായി നിൽക്കുകയും തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഒരു കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും
ആ ഒരു ജാഥയ്ക്ക് സപ്പോർട്ട് നിന്നുകൊണ്ട് അവിടെ എത്തുകയും തങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് ഇവിടുത്തെ സർക്കാരിനെ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെ ഇനി വിശ്വാസമില്ല എന്നും ഈ ഒരു അതിക്രമം CBI ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. പാതിര നേരത്ത് വീടുകൾ കയറിയിറങ്ങി അമ്മ പെങ്ങന്മാരെ അടക്കം അതിക്രൂരമായി അധിക്ഷേപിച്ച് ബലാത്സംഗം ചെയ്ത് അവരെ ഉപദ്രവിച്ച് ഇതുപോലെയെല്ലാം അവരുടെ ആണുങ്ങളെല്ലാം ഇത്രയും പോലീസ് മുറയിലൂടെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് നമ്മൾക്ക് നീതി വേണം. അവർക്ക് ആ സർക്കാരിനെയോ പോലീസിനെയോ വിശ്വാസമില്ല. തങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം വളരെ കൂടുകയായിരുന്നു. പ്രതിഷേധ ജാഥയിലുണ്ടായിരുന്ന ഒരു 22-കാരൻ്റെ 2 കൈകളും ലാത്തി ചാർജിൽ നഷ്ടപ്പെട്ടു. അതുകൂടാതെ ചിന്നമ്മയുടെ അമ്മയായ സാലി, അവരൊരു ധീരവനിതയായിട്ട് തന്നെ പറയണം. അവർ പോലീസുകാരെ എതിർത്ത് നിന്നത് കയ്യിൽ കത്തി വീശി മാറ്റി നിർത്തിയിട്ടാണ് പോലീസുകാരെ പ്രതിരോധിച്ചു നിന്നിരുന്നത്. അവരൊരു ധീരസ്ത്രീയായിട്ട് തന്നെ പറയണം. ഇവരെല്ലാം ഈ ജാഥയ്ക്ക് മുൻ നേതൃത്വം കൊടുത്തിരുന്നവർ. 1987 നിയമസഭ ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇതെല്ലാം സംഭവിച്ചിരുന്നത്. അന്ന് ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും അത് ആളിക്കത്തിക്കുകയും ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന EK നായനാർ ഈ ഒരു പ്രശ്നത്തിൽ പോലീസുകാർക്കെതിരെയും സർക്കാരിനെതിരെയും അതിരൂക്ഷമായി വിമർശിക്കുകയും ഈ സമര ആളുകൾക്ക് വേണ്ട എല്ലാ ഒരു സപ്പോർട്ട് കൊടുത്ത് ഇവരുടെ കൂടെ സമരത്തിൽ നിൽക്കുകയും ചെയ്തു. ഓരോ സ്ത്രീകൾക്കും തങ്ങളുടെ മാനത്തിന് പോലീസുകാർ വില പറഞ്ഞു. അവർ തങ്ങളെ അവഹേളിക്കാൻ ശ്രമിച്ചു. തങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർക്ക് ഒരു കൂട്ടത്തിൽ ഒരാൾ മരിച്ചു, ഒരാളുടെ കാലുകൾ രണ്ടും മുറിച്ച് കളയേണ്ടി വന്നു. പിന്നെ മൂന്നാമറ പോലെയുള്ള അതിക്രൂരമായ പോലീസിൻ്റെ പീഡനങ്ങൾക്കിരയാതിനെ തുടർന്ന് ശാരീരികമായി ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു. ഇതിനെല്ലാം തങ്ങൾക്ക് നേരിട്ട ഈ അതിക്രൂരമായ ഈ പോലീസുകാരുടെ നരനായാട്ടിന് എതിരെ കോടതിയിൽ ജനങ്ങൾ കോടതിയെ സമീപിച്ചു. പോലീസിനെതിരെ ഇതിനെല്ലാം വകുപ്പുകൾ ചുമത്തി കേസ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കോടതി കയറാൻ തുടങ്ങി. സർക്കാരിന് ഒടുക്കം ഈ തങ്കമണിയിലെ ജനങ്ങൾ നിരപരാധികളാണെന്നും ഈ പോലീസുകാരുടെ കയ്യിൽ തന്നെയാണ് എല്ലാ തെറ്റുകളെന്നും മനസ്സിലായി. സർക്കാർ തന്നെ സത്യവാങ്മൂലം പോലീസുകാർക്കെതിരെ നിയമം നടപ്പിലാക്കുകയും അതിൽ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ബാക്കി 5 പോലീസുകാരെ സർക്കാർ തന്നെ സത്യവാങ്മൂലം അവരുടെ മേലാണ് കുറ്റം, ഈ തങ്കമണിയിലെ ജനങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കുകയും ഈ 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ബാക്കിയുള്ള എല്ലാ പോലീസുകാർക്കെതിരെയും ഈ ഇതുപോലെ ആക്ഷൻ എടുക്കുകയും ചെയ്ത് കോടതി ഉത്തരവിട്ടു. അവർക്ക് ബാക്കിയുള്ള എല്ലാ പോലീസുകാർക്കെതിരെയും 29ഓളം വകുപ്പുകൾ ചുമത്തി കേസുകളെടുത്തു. സംഘം ചേരൽ, നിയമവിരുദ്ധമായുള്ള സംഘം ചേരൽ, ഇതുപോലെ വീട് കയ്യേറി ആക്രമിക്കൽ, അപമാനിക്കാൻ ശ്രമിക്കൽ, അങ്ങനെ 29ഓളം വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഈ പോലീസുകാർക്കെതിരെയുള്ള കേസ് നിയമ പോരാട്ടം നടന്നതും അവരെ ശിക്ഷിക്കാനായിട്ട് ഓർഡർ വന്നത്. 29 വകുപ്പുകളായി ഈ പോലീസുകാർക്കെതിരെ കേസുകൾ എടുത്തപ്പോൾ സംഘം ചേരൽ, നിയമവിരുദ്ധമായ സംഘം ചേരൽ, മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള സംഘം ചേരൽ, ആക്രമിക്കൽ, കൊലപാതകം, ബലാത്സംഗം, വീട് കയറി ആക്രമം എന്ന് തുടങ്ങി നിരവധി ശാരീരികമായ അക്രമങ്ങൾ എന്ന് തുടങ്ങി ഒരുപാട് 29ഓളം വകുപ്പുകൾ ചുമത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും കോടതിയിൽ ആരോപണമായിട്ട് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം പോലീസുകാരെല്ലാവരും തങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കൊന്നുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, ശാരീരികമായി ഒരുപാട് പേരെ മൂന്നാമറയിലൂടെ ഉപദ്രവിക്കുകയും കാലുകൾ നഷ്ടപ്പെടുകയും വെടിവെക്കുകയും ഒരുപാട് തല്ലുകയും ചതയ്ക്കുകയും ആക്രമിക്കുകയും എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ സ്ത്രീകൾ ആരോപിച്ചിട്ടുള്ള ഈ ബലാത്സംഗം തങ്ങൾ നേരിട്ടു ഈ പോലീസുകാരുടെ കയ്യിൽ നിന്നുള്ളത് ഒരു ആരോപണമായിട്ടാണ് ഇപ്പോഴും അന്ന് നിലനിന്നിരുന്നത്. കാരണം പ്രോസിക്യൂഷന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പം അറിയാലോ, ഒരുപാട് റിയൽ സ്റ്റോറീസ് മലയാള ഫിലിമിൽ ഇറങ്ങണ ഒരു കാലമാണ്. നമ്മുടെ ദിലീപേട്ടൻ്റെ ഈ തങ്കമണി എന്ന് പറയുന്ന പടത്തിലും
റിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ത്രെഡ് എടുത്തിട്ടാണ് ഈ പടങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ റിയൽ സ്റ്റോറി ചെയ്യുമ്പോഴും നമുക്കറിയാം ഒരുപാട് റിയൽ സ്റ്റോറീസുകൾ നമ്മൾ സാക്ഷിയായിട്ടുള്ളവരാണ് ഫിലിമിൽ. നമുക്കത് ഇഷ്ടമാണ്, നമ്മൾ ഇരു കൈനീട്ടും സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഈ പടത്തിലും എത്രത്തോളം ഈ പറയുന്ന തങ്കമണി സംഭവം റിയലായിട്ട് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കഥകളിലും എല്ലാം ചിലപ്പോൾ ഒരു ഫിലിമിൻ്റെ ഒരു ഇതിന് വേണ്ടി ചെറിയ മാറ്റങ്ങൾ എല്ലാം വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഓരോ ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും എത്രത്തോളം ഈ ഒരു തങ്കമണി സംഭവം ഈ ഫിലിമിൽ, ദിലീപേട്ടൻ്റെ ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്, എത്രത്തോളം ആ ഒരു റിയാലിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. വിഷ്വലി നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയം തോന്നുന്ന രീതിയിലാണ്. അയ്യോ ആ കാലഘട്ടമൊന്നും ജനിക്കാതിരുന്നത് നന്നായി എന്ന് തോന്നിപ്പോകുന്നു. അപ്പോൾ ഈ പറയുന്ന ദിലീപേട്ടൻ്റെ ഈ തങ്കമണി എന്ന് പറയുന്ന പടത്തിൽ വിഷ്വലി നമ്മൾ കാണുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തങ്കമണി സംഭവത്തിന് എത്രത്തോളം നീതി പുലർത്താൻ ഈ തങ്കമണി എന്ന് പറയുന്ന ഫിലിം ദിലീപേട്ടൻ്റെ സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് കാണും വരേക്കും താടിയും പൊട്ടും ടോക്സ്. ബൈ.